എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന് പ്രിയമല്ലാത്ത, ദൈവവചനത്താൽ നിയോഗമില്ലാത്ത, ദൈവവചനത്തിന് ആഴമേറിയ ഗ്രാഹ്യത്തിന് മനസ്സില്ലാത്ത വ്യക്തികളെ നമുക്കറിയാമല്ലോ. പറഞ്ഞു കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കും. ഒരു കാലത്ത് ഒരു സ്റ്റേജിന്റെ ഒരു തൂണ് നിർത്തണമെങ്കിൽ അഭിഷേകമുള്ളവനായിരിക്കണം. അഭിഷേകമില്ലെങ്കിൽ അതിനു മുന്നേ ഉപവാസ പ്രാർത്ഥനയെ കൂട്ടായ്മ ക്രമീകരിക്കും. ഉപവാസ പ്രാർത്ഥനയെ കൂട്ടായ്മ ക്രമീകരിക്കുമ്പോൾ അതിലിരുന്ന് വചനം വായിച്ചും കേട്ടും പ്രാർത്ഥിച്ചും അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ സ്റ്റേജിന്റെ ഒരു തൂൺ നിർത്താൻ അനുവദിക്കുള്ളൂ. ഇപ്പോഴാണെങ്കിലോ എവിടെ ഊടാട് നടന്നിട്ട് വരണവർക്ക് സ്റ്റേജിൽ നിർത്താൻ അനുവാദം, നോട്ടീസ് വിതരണം ചെയ്യാൻ അനുവാദം, പാട്ടുപാടുവാൻ അനുവാദം, പ്രാർത്ഥിക്കുവാൻ അനുവാദം, വന്ന് കിട്ടിയാൽ മതി. ഇന്നത്തെ തലമുറയുടെ ശുശ്രൂഷ ദൈവിക ഒഴുങ്ങില്ലാതെ മാറിപ്പോകുന്നതിന് കാരണം ഇതാണ്. എങ്ങനെ അതിനിടം കൊടുത്തു? സ്നേഹമല്ലേ സ്നേഹം. നമ്മൾ തലമുറകളെ സ്നേഹിക്കണം. ഉപദേശം പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. സ്നേഹം കൊണ്ട് അവരെ നേടാമെന്ന് പറഞ്ഞ് സ്നേഹിച്ച് കർത്താവിന്റെ ഉപദേശത്തിന് പകരം ദുരുപദേശങ്ങൾ അവർ ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ ഐഹികമായ ഉപദേശങ്ങൾ ഏറ്റെടുത്തു. ഐഹികമായ ഉപദേശത്തിനൊത്തവണ്ണം പ്രാർത്ഥനയായി, പാട്ടായി, ആരാധനയായി, സ്തോത്ര കൺവെൻഷൻ യോഗമായി, വിസിറ്റിംഗ് ആയി, പിന്നെ എല്ലാ ബഹളോദന കൂടിയായി. അങ്ങനെയാണ് തലമുറകളെ ഈ ലോകത്തിന്റെ ദൈവം പിടിച്ചടക്കിയത്. നമ്മുടെ ഇടയിൽ തലമുറകളെ ഈ പിടിച്ചടക്കപ്പെട്ട അന്ധകാര ശക്തിയിൽ നിന്ന്, ഈ ലോകത്തിന്റെ പ്രഭുവിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്തോത്ര പൂർവന്മാരായ ഭക്തന്മാർ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തതുപോലെ പിതാക്കന്മാരായ മാതാക്കളായ ഓരോരുത്തർക്ക് ദൈവത്തിനെ ഏറ്റെടുക്കാമോ, ഉൾക്കൊള്ളാമോ, അത് തലമുറകളുടെ മേൽ വ്യാപരിക്കപ്പെടുവാനിടയായി തീരും. തലമുറകൾ ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൽ ഉറച്ചു നിന്ന് അവർ വീര്യം പ്രവർത്തിക്കും. അവർ പടക്കൂട്ടത്തിന് നേരെ അവർ അവർ മതിൽ ചാടിക്കടക്കും. വീരന്മാരുടെ പട്ടണങ്ങളെ അവർ പിടിച്ചടക്കും. പക്ഷെ പിടിച്ചടക്കണമെങ്കിൽ അവരെ ബുദ്ധി തുറക്കപ്പെടണം. ദൈവവചനത്തിൽ അവർ പ്രിയമുള്ളവരായി മാറണം. ദൈവവചനത്തിൽ അവർ സ്തോത്രം വിശപ്പ് ദാഹമുള്ളവരായി മാറണം. അതിന് യോഗ്യമായ ഉപദേശങ്ങൾ, സഭാരാധനകള്, കൂട്ടായ്മകള്, കൺവെൻഷൻ യോഗങ്ങള് ശക്തമായി പുറപ്പെട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിസ്സാരന്മാരായി മാറരുത്. പുറപ്പാട് പുസ്തകം വായിച്ചു കേട്ടതുപോലെ നമ്മൾ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായി മാറണം. അത് വായിച്ചെന്നറിഞ്ഞ് സമ്പത്താകില്ല, വിശ്വസിച്ചു എന്ന കാരണത്താൽ സമ്പത്താകില്ല. നമ്മൾ പ്രത്യേക സമ്പത്തായി മാറണമെങ്കിൽ നമ്മൾ പ്രത്യേക ഗുണമുള്ളവരായി മാറണം. ആ ഗുണത്തിന്റെ സൂചനയാണ് ഇവിടെ വായിക്കാം. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച്. ഹല്ലേലൂയ. അനേകർ വിശ്വസിക്കുന്നുണ്ടാ കർത്താവെന്ന് വിളിച്ചാൽ പാപമോചനം കിട്ടി. കർത്താവെന്ന് വിളിച്ചാൽ മതി, പാപമോചനം കിട്ടി. എവിടെ കിട്ടി? ആ അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മൾ വിടിവിക്കപ്പെടണം. അന്ധവിശ്വാസം യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ അത് ഉന്മൂലനാശം വരണം. അതിന് ഉന്മൂലനാശം വരണം. സ്തോത്രം, സ്തോത്രം. അതിനെ ഉന്മൂലനാശം വരുത്തുവാൻ തിരിച്ചറിവുള്ള നമ്മളിൽ ഓരോരുത്തരും കൈകോർക്കണം. അതിനെ ഉന്മൂലനാശമാക്കുവാൻ തിരിച്ചറിവ് പ്രാപിപ്പാൻ മനസ്സുള്ള നമ്മളിൽ ഓരോരുത്തരും കൈകോർക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരും കൈ ഓർക്കാതിരിക്കാൻ വേണ്ടി ഈ പൈശാചിക ശക്തികൾ പല വിധത്തിൽ മനുഷ്യനെ സ്വാധീനിച്ച് നമുക്കെതിരായി അവരെ വിട്ട് സാക്ഷ്യം പറയിപ്പിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പൈസലോ നമുക്കെതിരായി പറഞ്ഞാലും നമുക്ക് അനുകൂലമായി പറഞ്ഞാലും നമുക്കൊരൊറ്റ പ്രമാണമുണ്ട്. ദൈവത്തിന്റെ പ്രമാണം നോക്കി നമ്മുടെ വീഴ്ചകൾ, താഴ്ചകൾ, കുറവുകൾ, കുറ്റങ്ങൾ ചേർത്തു പറഞ്ഞ് ദൈവസനിൽ വിശ്വസ്തരും നിഷ്കളങ്കരുമായി മാറുവാൻ നമ്മൾ മനസ്സ് പുതുക്കണം. അങ്ങനെ മനസ്സ് പുതുക്കാൻ മനസ്സുള്ള ഒരു കൂട്ടം ജനത്തെ നോക്കിയാണ് ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ സ്തോത്രം ലേഖനം എഴുതി അറിയിക്കുന്നത്. വായിക്കാം. ഹൃദയപൂർവ്വം അനുസരിച്ച്
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എത്ര സ്തോത്രം പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലിയ രോഗത്തിൽ നിന്ന് വിടുവിച്ചു, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളൊക്കെ തലമുറകളെ പഠിപ്പിച്ചെങ്കിൽ ഈ വ്യാജ ഉപദേശവുമായി തലമുറകൾ കൺവെൻഷൻ നടത്തുമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഓരോ ഏരിയകളില് അവൻ ആത്മാർത്ഥമായ വചനം ഗ്രഹിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ശുശ്രൂഷകര് അവൻ ഒന്ന് തലയിടിച്ച് താഴ്ത്താതെ അവരൊന്ന് ഫ്രീ ആയിട്ട് വിട്ടെങ്കിൽ ഈ തലമുറകൾ ദുരുപദേശവുമായി എഴുന്നേൽക്കുമായിരുന്നോ? സ്തോത്രം, സ്തോത്രം. കരഞ്ഞിട്ട് കാര്യമില്ല. തലമുറകൾ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. അവർ വിട്ടുപോയി. നമ്മളെങ്കിലും നേരെ നിന്ന് ഉറച്ചു നിൽക്കണം. നമ്മുടെ തലമുറകൾ, നമ്മുടെ കൈക്കിലുള്ള തലമുറകളെങ്കിലും മടങ്ങി നിൽക്കണം, മടങ്ങി വരണം, ഉണരോട് നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിനൊത്തവണ്ണമല്ല ജീവിക്കാനുള്ളത്, ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കണം. ലോകത്ത് കഷ്ടതയാകട്ടെ, പഴിയാകട്ടെ, ദുഷിയാകട്ടെ, നിന്ദയാകട്ടെ, എന്ത് പ്രതികൂലമാകട്ടെ, ദൈവഹിതത്തിനൊത്തവണ്ണം നിന്ന് വീര്യം പ്രവർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നാലേ വരുമാനം കിട്ടൂല. ഈ വരുമാനം കിട്ടിയില്ലെങ്കിൽ അവരവരുടെ ജീവിത മേഖലയ്ക്കത്തോട് വരുമാനം സ്വന്തം ജീവിതത്തിൽ കണ്ടെത്ത്. അതിന് ദൈവം വിലക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പല സഹോദരനെ കുറിച്ച് പറയാ, വേല ചെയ്യാൻ മനസ്സില്ലാതെ തിന്നരുത്. അദ്ദേഹം ഒരു പ്രായം വരെ, ഒരു പരിധി വരെ കൂടാരപ്പണി ചെയ്തു. അദ്ദേഹത്തിന്റെ വയറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ വയറിനും പോറ്റി സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. ജനത്തെ ഒന്ന് വാങ്ങി വയറ് പോറ്റാമെന്ന് വിചാരിച്ചാൽ ജനത്തിന് ഇഷ്ടമുള്ളത് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ദൈവ ആധിപത്യം നഷ്ടപ്പെടും, ജന ആധിപത്യ സഭയ്ക്കകത്ത് കയറും. അങ്ങനെ കൂട്ടായ്മയ്ക്കകത്ത് ജനാധിപത്യം നിൽക്കുന്നത്, കൂട്ടായ്മയ്ക്കകത്തുള്ള സകല ജനാധിപത്യങ്ങളും ഉന്മൂലനാശമായി മാറുകൊണ്ടൊക്കെ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ വചനത്തെ നിലനിർത്തി ശക്തമായിട്ട് തീ പോലെ, പാറയെ തീർക്കുന്ന ചുറ്റിക പോലെ സാക്ഷ്യം പറയുവാൻ, പ്രസംഗിക്കുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ വന്ന് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുകൊണ്ടൊക്കെ വന്ന് ഉണർവോടെ എഴുന്നേൽക്കേണ്ടത് അവരവിടെ അരിയാണിയിൽ ഉറയ്ക്കുവാനൊക്കെ വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവവചനം പഠിക്കേണ്ടതിന് ബുദ്ധി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അപ്പോൾ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അവർ ഹൃദയം അനുസരിക്കാൻ വചനം ഏറ്റെടുത്തത്. അടുത്ത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മളിൽ ഓരോരുത്തരും എത്ര പേരാണ് നീതിക്ക് ദാസന്മാർ? സമൂഹത്തിൽ കേൾക്കുന്ന ഓരോരുത്തരും എത്ര പേരാണ് നീതിക്ക് ദാസന്മാർ? ദൈവത്തിന്റെ നീതി ഒന്നായിട്ടല്ല വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ നീതി നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് വെളിപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന നീതിക്ക് നമ്മൾ എത്ര പേരാണ് ദാസന്മാർ? സ്നാനമേൽക്കുന്നത് ഒരു നീതിയാണ്. അത് നമ്മൾ എടുത്തു, അതിന് ദാസനായി. സ്നാനം സ്വീകരിച്ചു, അതിന് ദാസനായി. ഹല്ലേലൂയ. ഇടപെടാതെ പ്രാർത്ഥനയിൽ നമ്മൾ ദാസനായാൽ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കും. ദൈവവചന ധ്യാനത്തിൽ നമ്മൾ ദാസനായാൽ നമ്മൾ ഇടപെടാതെ ദൈവവചനം ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ദാസനായാൽ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും വഷളനെ നിന്ദിനായി എണ്ണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പരമാവധി വഷളന്മാരെ മാനിക്കും, യഹോവ ഭക്തന്മാരെ നിന്ദിക്കും. കാരണം യഹോവ ഭക്തന്മാരെ നിന്ദിച്ചേ പറ്റത്തുള്ളൂ. കാരണം യഹോവ ഭക്തന്മാർ എന്ത് ചെയ്യും? എന്റെ പാപത്തെ കുറിച്ച് വിളിച്ചു പറയും. അതുകൊണ്ട് അവരെ നിന്ദിച്ചേ പറ്റത്തുള്ളൂ. അതാണ് അനേകർ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ അനന്തരഫലം നിത്യ ജീവനല്ല, അതിന്റെ അനന്തരഫലം നിത്യ മരണമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, അവൻ ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ആരുണ്ടോ അവരെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണം. അതാണ് നിത്യസ്നേഹം, അതാണ് ദൈവസ്നേഹം. ലോക സ്നേഹമോ അത് ഉന്മൂലനാശമായി മാറും. അത് ഉന്മൂലനാശമായി മാറണം.
ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് ഇടപെടണം. കേട്ടുകൊണ്ടിരിക്കുന്നവർ അന്യഭാഷയെ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച നീതിക്ക് ദാസന്മാരായി തീർന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം, നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, ഞാൻ മനുഷ്യ ബുദ്ധിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, നിങ്ങളുടെ അവയവങ്ങളെ എന്ന് പറഞ്ഞ രൂപമയോട് ചേർത്ത് പറയാ, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ, അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളായി സമർപ്പിച്ചതുപോലെ വർദ്ധിക്കണമേ. എന്താണ് അധർമ്മം? അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം നടത്തു പോകുന്നു. എന്താണ് അധർമ്മം? ലോകപ്രകാരം അധർമ്മം നമുക്കറിയാം. പക്ഷെ തിരുവഴുത്തിൽ സംബന്ധിച്ച് അധർമ്മം എന്താണ്? വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം മുതൽ ചേർത്ത് വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനത്രേ. ഈ ഏവനും നിറമെങ്കിൽ പ്രസംഗിച്ച് സുലഭമായി നിൽക്കുക. ഈ ഏവളും അതിൽ കൂടെ വരേണ്ടതാണ്. കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന അവളുമാര് അനേക വീടുകളുണ്ട്. ദൈവത്തിന് ഇഷ്ടം അറിയുന്നില്ല, ചെയ്യുന്നില്ല, അതിന് മനസ്സില്ല. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ചെയ്യാൻ അവളുകൾ സമ്മതിക്കുന്നില്ല. അനേക ശുശ്രൂഷകന്മാരെ എനിക്കറിയാം. അവിടെ വീടുകളിലുള്ള അവളുകൾ ശുശ്രൂഷകന്മാരെ ഉപദേശ രൂപത്തിൽ വിശ്വസ്തയോട് നിൽക്കാൻ അവളുകൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പുറത്തു പറയില്ല. എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിയെ പറഞ്ഞില്ലെങ്കിൽ പൊതുവിൽ പറയാതിരിക്കാൻ കഴിയില്ല. സഭ സംഘടന വ്യത്യാസമില്ലാതെ, പള്ളി വ്യത്യാസമില്ലാതെ, ശുശ്രൂഷകരുടെ ഭാര്യമാർ നിമിത്ത ശുശ്രൂഷകന്മാർക്ക് വിശ്വസ്തയോടെ തല ഉയർത്തി ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം അവളികളുടെ കുഴപ്പം, ഇതെല്ലാം അവളുകളുടെ അധർമ്മമാണ്. ക്ഷീണിപ്പിക്കും ഭർത്താവിനെ. സ്വത്രം എന്തെങ്കിലും പറഞ്ഞ് അവൻ ലജ്ജിപ്പിക്കും, ക്ഷീണിപ്പിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാലേ കാണിക്ക കുറയും, ജീവിതം നടക്കില്ല, പിള്ളേരുടെ ഭാവി. ഇതെല്ലാം ഏതെങ്കിലും വിധത്തിലെ പറ. ഇതൊക്കെ പിശാചിന്റെ തന്ത്രമോ? ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയാം. ഓരോരുത്തർക്കും അവരവർ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിവർന്നു നിൽക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിലേ അനന്യാസിനെ പോലെ ആയിപ്പോകും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ 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 അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങയുടെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ, അങ്ങയുടെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കാൻ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അധർമ്മം എന്താണ്? അധർമ്മം നിത്യജീവന്റെ ഉപദേശങ്ങളെ മറച്ചു വെച്ചിട്ട്, നിത്യജീവന്റെ ഉപദേശങ്ങളെ പ്രാപിക്കേണ്ട ബുദ്ധി പ്രാപിക്കേണ്ടത് പ്രാർത്ഥിക്കാതെ, ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവൃത്തികൾക്കും പ്രാർത്ഥിക്കുന്ന സകലവന്മാരുടെയും സകല വളുകളുടെയും അവൻ ജീവിതത്തിലെ അധർമ്മത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവിന്റെ ആത്മാ പറയുന്നത് നമുക്കറിയാമല്ലോ. മുൻപേ കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതിനപ്പുറമായി വരുന്നത് അധർമ്മമാണ്. അതിനപ്പുറമായി നമ്മെ വരുത്തുന്നത് അധർമ്മമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ അവൻ റോമലേഖനത്തിൽ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് നിറഞ്ഞ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അടിമയാക്കി സമർപ്പിച്ചിരുന്നു. എന്റെ കൈക്ക് സൗഖ്യം വേണം, എന്റെ തൊണ്ടയ്ക്ക് സൗഖ്യം വേണം, എന്റെ നാക്കിന് സൗഖ്യം വേണം. ഇതൊക്കെ എന്തിനായിട്ട് സമർപ്പിക്കുക? എന്റെ കാലിന് സൗഖ്യം വേണം. ഈ അവയവങ്ങളെ എന്തിനു സമർപ്പിക്കുക?
Praise the Lord. Praise the Lord. നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലായിരിക്കാം, മനസ്സിലാകുന്നുണ്ടായിരിക്കുമായിരിക്കാം, രണ്ടു വിധത്തിലാകാം. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കേൾക്കുന്ന വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്വാധീനിക്കട്ടെ. നമ്മെ സ്വാധീനിച്ച് നിൽക്കുന്ന ലോകത്തിന്റെ ആത്മാവ് നമ്മോട് വിട പറയട്ടെ, ഗുഡ് ബൈ പറയട്ടെ. അതിനൊത്തവൻ നമ്മുടെ മനസ്സ് പുതുക്കണം, നമ്മുടെ മനസ്സലിയണം. എന്തിന്? ദൈവത്തിന്റെ മനസ്സിനോട് ചേരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ. ഇതെല്ലാ വിഭാഗത്തിലുള്ളവരെ വചനം എടുത്ത് പ്രസംഗിക്കുന്നവരാ. പക്ഷെ ഇത് ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? ഏത് സ്വഭാവക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? ഇത് ചില വിഭാഗങ്ങളെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നതല്ല, ഇതൊരു പ്രത്യേക സ്വഭാവമാണ്. ഈ സ്വഭാവം ഏത് വിഭാഗത്തിലുള്ളവർക്കുണ്ട് അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ സ്വഭാവം എന്നിലുണ്ടെങ്കിൽ എന്നെ കുറിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ കൈക്ക് സുഖമില്ലേ? കർത്താവേ സ്തോത്രം. കർത്താവിന് നാം മഹത്വപ്പെടട്ടെ. ഈ എന്റെ കൈക്ക് സുഖമില്ലാതെ ആയത് മുഖാന്തരം ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ ഈ അസുഖം കാരണമായി മാറട്ടെ. ഇല്ലാതെ സുഖം, എനിക്ക് കർത്താവ് എന്റെ കൈക്ക് സുഖം വേണം, പാസ്റ്റർ എന്റെ കൈ വേദനയാണ്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഇത് അധർമ്മമാണ്. ഈ അധർമ്മത്തിന് നമ്മൾ അടിമയാകരുത്. ലോകത്തിൽ നടക്കുന്ന അധർമ്മ പ്രവൃത്തികൾ മാത്രമല്ല അധർമ്മം. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന സ്വഭാവങ്ങളിലും അധർമ്മത്തിന്റെ ആത്മശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ അധർമ്മത്തെ കുറിച്ച് പറയുന്നത് അധർമ്മത്തിന്റെ മർമ്മം എന്നാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ അധർമ്മത്തിന്റെ മർമ്മം നമ്മളിൽ വ്യാപരിക്കും. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മൾ ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മളെ ഉണ്ടായിരിക്കണമെങ്കിൽ വചനം കേൾക്കുമ്പോൾ അത് ഹൃദയപൂർവ്വം ഏറ്റെടുക്കണം. ആ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്ന വചനത്തിൽ കൂടെ ആത്മാവ് നമ്മുടെ മേൽ ഇടപെടും, പ്രവർത്തിക്കും. അധർമ്മത്തിന്റെ മർമ്മം നിർവീര്യമായി മാറും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അധർമ്മത്തിന്റെ മർമ്മം നിർവീര്യമായാൽ ദൈവരാജ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കുവാൻ, ഗ്രഹിപ്പാൻ നമുക്ക് വരം ലഭിക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തിരിച്ചു വന്ന് വായിക്കാം. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ പ്രസംഗിച്ചപ്പോഴും അത്ഭുതം ചെയ്തപ്പോഴും അടയാളം ചെയ്തപ്പോൾ എല്ലാം യേശു കൂടെ ഉണ്ട്, യേശു ഇപ്പൊ ഇവിടെയുണ്ട്, അവൻ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതോ? കർത്താവിനെ ഞാൻ അറിയുന്നില്ല. അപ്പൊ കർത്താവിന്റെ പേരിൽ ആരാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്? ഇവിടെയല്ല, എവിടെയായാലും. ഉപദേശമില്ലാത്തടത്ത് ക്രിസ്തു പ്രത്യക്ഷപ്പെടില്ല. ഉപദേശമില്ലാത്തടത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യം വരില്ല. 2-3 പേർ ഒരുമിച്ച് കൂടിയിട്ട് കർത്താവിന്റെ ഉപദേശമില്ലെങ്കിൽ അവിടെ കർത്താവ് വരില്ല. പകരം മറ്റേ കർത്താക്കൾ വരും, വേറെ അനേക കർത്താക്കന്മാർ വരും. തിരിച്ചറിയേണ്ട ബോധമില്ല ശുശ്രൂഷകന്മാർക്കില്ലെങ്കിൽ അവൻ അവിടെ കർത്തൃത്വം നടത്തും. അവിടെയുള്ള തലമുറകളെ അവന്റെ കീഴിലേക്ക് വശീകരിക്കും. അവന്റെ ശുശ്രൂഷയിലേക്ക് തലമുറകളെ കീഴ്പ്പെടുത്തും. അങ്ങനെയാണ് പുതിയ തലമുറകളെല്ലാം ഐഹികമായ ശുശ്രൂഷയിലേക്ക് ആമെ മനസ്സ് തിരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ ഏതാണ് പൗലോസ് പറഞ്ഞത്? ഈ ഉപദേശങ്ങളെ ഹൃദയപൂർവ്വം കേട്ട് അനുസരിച്ച പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ വരം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? പ്രാപിക്കേണ്ടതുണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അല്പം പ്രാപിച്ചാൽ പോരാ, അധികത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമുക്ക് കേവലം ഒരു അറിവ് കിട്ടിയാൽ പോരാ, അധികം അറിവിലേക്ക് വെളിപ്പെടണം. അപ്പോൾ സഭപ്രസംഗം പറയുന്നു, അറിയുന്നത് ശരീരത്തിന് ക്ഷീണം, അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകൻ മറുസൈഡ് പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്ന ഇടത്ത് ശക്തി പകരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം പഠിക്കുന്നതോടെ നമുക്ക് ക്ഷീണം വന്നാലും
മറുസൈഡിൽ ദൈവാത്മാവ് നമുക്ക് ശക്തി പകരും. അതാണ് നമ്മൾ പാടുന്നത്, പരിശുദ്ധാത്മാവെ ശക്തി പകരണമേന്ന്. വചനം പഠിക്കാൻ മനസ്സില്ലാത്തവരാ പാട്ട് പാടിയിട്ട് കാര്യം എന്താ? ഇപ്പോഴത്തെ പുതിയ തലമുറ അവൻ പ്രസംഗത്തിനിടയിൽ ഈ പാട്ട് പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? വചനം പഠിക്കാൻ മനസ്സില്ലാത്ത തലമുറ, വചനം പ്രസംഗിക്കാൻ മനസ്സില്ലാത്ത തലമുറ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിക്കുന്ന തലമുറ, ആ തലമുറ പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ എന്നുള്ള പാട്ട് പാടിയാൽ അത് മൂടന്റെ ഗീതമല്ലേ അവർക്ക്? മൂടന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ഞാനിവിടെ ശാസന കേൾക്കുന്നത് നല്ലതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. സ്തോത്രം. ആരാണ് ബുദ്ധിയുള്ളവര്? വചനം കേട്ട് ചെയ്തവർ. ഹല്ലേലൂയ. എങ്ങനെ വചനം കേട്ട് ചെയ്യാൻ കൃപ ലഭിച്ചു? ബുദ്ധിക്കായി പ്രാർത്ഥിച്ചതുകൊണ്ടാ. ഹല്ലേലൂയ. നമ്മൾ വചനങ്ങളെ പഠിക്കാൻ ബുദ്ധിക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്ക്. വചനങ്ങളെ പഠിക്കാൻ ബുദ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസിച്ചു നോക്ക്. ദൈവം നമുക്ക് കടക്കാരനല്ല കേട്ടോ. സാമ്പത്തികത്തിലല്ല ദൈവം കടക്കാരനല്ലെന്ന് പറയുന്നത്, ആത്മീയ തലത്തിൽ ദൈവം നമുക്ക് കടക്കാരനല്ല. പക്ഷെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് സാമ്പത്തികം എത്രത്തോളം ദൈവത്തിന് കൊടുക്കുമോ അത്രത്തോളം ദൈവം നമുക്ക് കടക്കാരനാ തിരിച്ചു തരുമെന്ന 100 മടങ്ങ് വേറെ യുദ്ധക്കൂലി കിട്ടും. വചനം പഠിപ്പിച്ച് ഓഹരിയും കിട്ടും. അല്ല ദൈവത്തിന്റെ സന്നിധിയില് സ്തോത്രം റിസർവ് ബാങ്ക് അച്ചടി പ്രസ്സൊന്നുമില്ല. നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയില് ആമേ നമ്മൾ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയുവാനൊക്കെ വേണം. നമ്മൾ മനസ്സ് പുതുക്കിയാൽ ദൈവത്തിന്റെ സന്നിധിയില് നമ്മളൊരു പ്രത്യേക സമ്പത്തായി മാറാം, വിശേഷ സമ്പത്തായി മാറാം. അങ്ങനെ മനസ്സ് പുതുക്കിയില്ലെങ്കിൽ നമ്മൾ പ്രത്യേക സമ്പത്തായി മാറുകയില്ല, നമ്മൾ ശപിക്കപ്പെട്ടവരായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാളുകളില് ദൈവത്തിന്റെ സന്നിധിയില് നമ്മൾ ആരായി മാറണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതനുസരിച്ച് ആയി തീരണമെങ്കിൽ തിരുവചനം കേട്ട് ചെയ്യുന്നവരായി മാറണം. വായിക്കാം. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല. പാറ ആരാ? പാറ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാ. അതാണ് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിന് കടന്നു പോകുന്ന ഒരുത്തർക്കും ദൈവമില്ല, ഒരുത്തനും ദൈവമില്ല, ഒരുത്തിക്കും ദൈവമില്ല. എത്ര കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും ഒരുത്തിക്കും ഒരുത്തനും ദൈവമില്ല. പിന്നെ അവർക്കാരുണ്ട്? അവർക്കുള്ളത് ഈ ലോകത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് അവർ ഐഹിക കാര്യങ്ങൾ പ്രസംഗിക്കുന്നു, ഐഹിക കാര്യങ്ങൾ വിശ്വസിക്കുന്നു, ഐഹിക കാര്യങ്ങൾ സ്തോത്രം സാക്ഷ്യം പറയുന്നു, ഐഹികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ആത്മീകമാണ്. എന്റെ രാജ്യത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവ് സന്തോഷമുണ്ട്. അല്ലാതെ എന്റെ രാജ്യത്തില് അവൻ അച്ചടി പ്രസ് ഇല്ല. സ്തോത്രം. അതല്ല ഈ ലോകത്തുള്ളതാ, അതല്ല ഈ ലോകത്തോടു കൂടെ കത്തിപ്പോകും. എന്നാൽ കത്തിപ്പോകാത്ത ആത്മീയ വരങ്ങളാണ് നമ്മൾ പ്രാപിച്ചെടുക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ മനസ്സുണരണം. അതിനുവേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ മിന്നൽ പിണര് പോലെ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം നമ്മുടെ അകത്തെ മനുഷ്യനെ സ്പർശിക്കണം, നമ്മുടെ അകത്തെ മനുഷ്യനെ തൊടണം. ആ തൊടുന്നതിന് അടയാളമായിട്ട് നമ്മുടെ നാവുകൾ ചലിക്കപ്പെടണം. സുഭക്ഷരാദര പ്രൗഢി അണ്ടര നിഗക്ഷരാദര പ്രൗഢപരാജല അന്റെ നിജസ്കാരമൗഷന്ധരോലകി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന വചനങ്ങൾ ഒത്തവണ്ണം, വചനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഒത്തവണ്ണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരും പാപത്തിന്റെ ചതിയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിക്കാം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ ഏതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്? ഈ വചനങ്ങളെ കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഏത് വചനം? ഈ വചനം ഏത് വചനം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറപ്പിക്കുന്ന വചനം കൊണ്ടല്ലാതെ, ആത്മീയ യാഗമായി സമർപ്പിക്കുന്ന വചനം കൊണ്ടല്ലാതെ,
ദൈവരാജ്യത്തിന്റെ സുവിശേഷം കൊണ്ടല്ലാതെ ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടമായി ആര് നമ്മുടെ വീട്ടിൽ വന്നാലും ആമേൻ അവരെ കൈക്കൊള്ളരുത് എന്ന് സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് അദ്ദേഹം ഒരു മഞ്ഞപത്രമായതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഒരു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പത്രമായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുള്ള വായിച്ചോ യോഹന്നാൻ ലേഖനം 2 യോഹന്നാൻ ലേഖനം 10 വാക്യം. ഒരുത്തൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും, അതാണ് അതിന് നീക്കുന്നവൻ എന്ത് ചെയ്യും? അതിന് നീക്കരുത്. വേലി വിളിക്കുന്നവനെ പാമ്പ് കൊത്തും. പ്രൈസ് ദി ലോർഡ്. ഏത് പാമ്പ് കൊത്തുന്നത്? ഏതൻ തോട്ടത്തിൽ ആദിമ പാമ്പ്. ചില ശുശ്രൂഷകരൊക്കെ അതിപ്പോ ഏറ്റു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇടയ്ക്ക് ആവാലം മാസം പറഞ്ഞിട്ട് ഏത് പാമ്പാണ്? സ്തോത്രം, ആദിമ പാമ്പ്. കേബിരാം മാസം പറഞ്ഞിട്ട് ഏത് പാമ്പാണ്? ആദിമ പാമ്പ്. നമ്മൾ പലർക്കും അത് അറിയത്തില്ലായിരിക്കും, ചിന്തിക്കത്തില്ലായിരിക്കുക. സ്തോത്ര. അതിനെന്ന് പറയുന്നത് സ്തോത്ര അതിരുകല്ല് നീക്കാന്ന് പറയുന്നത് ഈ ലോകത്തിന് അതിരുകല്ലല്ല. ഈ ലോകത്തിന്റെ ഭൂമിയുടെ അതിരുകല്ല് നീക്കുന്നവരെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തിന് വില്ലേജ് ഉണ്ട്, താലൂക്കുണ്ട്, പോലീസുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോടതിയുണ്ട്. പക്ഷെ ഇതിന്റെ അതിര് നീക്കിയാലേ ചോദിക്കാൻ ഈ ലോകത്ത് ആരുമില്ല. പക്ഷെ സ്വർഗീയ ഗവൺമെന്റ് ഉണ്ട്, ചോദിക്കും. പക്ഷെ ചോദിക്കേണ്ട ആരെന്നറിയാമോ? സ്വർഗീയ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാകുന്ന നമ്മളാ. സ്വർഗീയ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാകുന്ന നമ്മളാണ് ചോദിക്കാനുള്ളത്. ഈ ലോകത്തിൽ അതിരുകളിൽ നീ ആര് ചോദിക്കും? പരാതി കൊടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ ചോദിക്കും. പക്ഷെ ഇതിന്റെ അതിര് നീക്കിയാൽ പരാതി കൊടുക്കാൻ ആരുമില്ല. ഇനി പരാതി കൊടുത്തെന്നിരിക്കട്ടെ, പ്രാർത്ഥനയിൽ കൂടെ ഒരു പരാതി കൊടുത്തെന്നിരിക്കട്ടെ, നമ്മൾ ഉദ്യോഗസ്ഥന്മാരാ, നമ്മളെ അതിനെ ചോദനപ്പെടുത്തും. നമ്മൾ ചോദിക്കോ? ചോദിക്കുമെങ്കിൽ മഞ്ഞപത്രം തിരിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. അറിയുന്നവർക്കറിയാം മഞ്ഞപത്രത്തിന്റെ വിശേഷത. അതുപോലെ ആക്കികളെ ശുശ്രൂഷകന്മാരെ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായി മാറണം. മഞ്ഞപത്രമെന്ന് ആര് വിശേഷിപ്പിച്ചാലും നമ്മൾ ക്രിസ്തുവിൽ പത്രമായി മാറണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശം എന്നിലുണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ ഉപദേശം ലോക അനുഗ്രഹത്തിന്റെ ഉപദേശമല്ല. ക്രിസ്തുവിന്റെ ഉപദേശം നിത്യജീവന്റെ ഉപദേശമാണ്. അങ്ങനെ പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അങ്ങനെയുള്ളവരെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അങ്ങനെയുള്ളവരുടെ കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ആരും ഒരു പാപം ചെയ്തില്ല. ദുഷ്പ്രവൃത്തിക്കാരനെ കൈക്കൊണ്ട കാരണത്താൽ നമ്മൾ ദുഷ്പ്രവൃത്തിക്കാരായി മാറും, കൂട്ടാളിയായി മാറും. നമ്മൾ വല്ല അറിഞ്ഞതാണോ? അറിഞ്ഞില്ല. ഈ സത്യം തിരിച്ചറിയണം. അറിവില്ലായ്മയിൽ നമ്മൾ തെറ്റിപ്പോകരുത്. അടുത്തവന്റെ പാപത്തിൽ നമ്മളെ കൂട്ടാളിയാകരുത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ കുശലം പറയരുത്. ആവശ്യമില്ലാത്ത നിരപരാധിയാകുന്ന പാസ്റ്റർമാരെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിന് കൂട്ടാളിയാകരുത്. അതിനോട് വിട പറയണം, ഗുഡ് ബൈ പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പലരും വന്ന് പറയാറുണ്ട് പല പാസ്റ്റർമാരെ കുറിച്ച്. ഞാൻ പറയാം, ആ പാസ്റ്റർ കൂടെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ആവശ്യമില്ലാതെ വ്യാജവർത്തമാനം വരുത്തുന്നത്? മത്തായി സുവിശേഷത്തിൽ വായിച്ചില്ലേ? നമ്മുടെ വായിലെ വാക്ക് ഉവ്വ് ഉവ്വെന്ന്, ഇല്ല ഇല്ല എന്നിരിക്കണം. അതിനപ്പുറമായി വരുന്നെങ്കിൽ ദുഷ്ടനെന്ന് വരികയാണ്. അപ്പൊ ഞാൻ ആരായിരിക്കും? അങ്ങനെ ആയാൽ ഞാൻ ദുഷ്ടനാ. ദുഷ്ടന്റെ ആലോചന പ്രകാരം ദുഷ്ടനാരാ? സഭയ്ക്കകത്തുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ആലോചന പറയുന്നവനാ ദുഷ്ടൻ. ഏതാലോചന? അത്യുന്നതന്റെ ആലോചന പറയുന്നവൻ ദുഷ്ടനല്ല, അവൻ നീതിമാനാ. ഈ ദുഷ്ടലോകത്തിന്റെ ആലോചന പറയുന്നവൻ ദുഷ്ടനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടലോകത്തിന്റെ ആലോചന ഇങ്ങനെ പറയാം. ഉദാഹരണം ഇങ്ങനെ പറയാം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക. നിന്റെ വീട്ടിന്റെ പടിയിറങ്ങുന്ന സ്ഥലത്ത് സ്തോത്രം ശുദ്രം ചെയ്ത് മുത്രയിട്ട് കുടിച്ചിട്ടിരിക്കുക. ഇത് ദുഷ്ടന്റെ ആലോചനയാ. അത് കേട്ടാണ് അനേകരും പെന്തക്കോസ്ത് പള്ളിക്കകത്ത് വന്നിട്ടുള്ളത്. എങ്കിൽ തെറ്റിപ്പോയി.
ഇനി വന്നിട്ടാണെങ്കിലും ഉപദേശം ഗ്രഹിച്ചാൽ തെറ്റിന്ന് തിരുത്താം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനേകരെ അറിയാൻ കേട്ടോ, അനേക പുരുഷന്മാരെ അറിയാം, അതിനപ്പുറമായി അനേക സ്ത്രീകളെ അറിയാം. ഭയങ്കര പ്രാർത്ഥന വീരത്തികളാ, ഭയങ്കര ആരാധന വീരത്തികളാ. പക്ഷെ ശുദ്രപ്രയോഗത്തിൽ വിശ്വാസമുള്ളവരാ, ശുദ്രപ്രയോഗത്തിൽ വിശ്വാസമുള്ളവരാ. അതഴിക്കാൻ വേണ്ടിയാ നാരങ്ങ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതഴിക്കാൻ വേണ്ടിയ വെള്ളം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതഴിക്കാൻ വേണ്ടിയ പല സാധനങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കഴിയുമോ? പൈസല്ല, ദൈവത്തിന്റെ വചനം വന്ന് ഇറങ്ങണം. ശുദ്രപ്രയോഗം അവിടെ ഉണ്ടെങ്കിൽ പോലും അതിന് നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തെ ഉൾക്കൊണ്ട് വചനധ്യാനത്തോടെ ചവിട്ടി യാത്ര ചെയ്താൽ അത് ഇല്ലായ്മയാകും, അത് ഉന്മൂലമായി നശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദുഷ്ടന്റെ ആലോചന എന്ന് പറയാൻ തിരിച്ചറിയണം. ഈ ലോകത്തിന്റെ ദുഷ്ടകാര്യങ്ങൾ, ദുഷ്പ്രവർത്തികൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങളെ കുറിച്ച് ആലോചന പറയുന്നതെല്ലാം ദുഷ്ടന്റെ ആലോചനയാണ്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അത്യുന്നതന്റെ ആലോചനയിൽ നിലനിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ മർമ്മപ്രധാനമായ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് ദൈവത്തിന്റെ വചനങ്ങളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ട് ചെയ്യാത്തവൻ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യം എന്ന് പറഞ്ഞാൽ വചനം പഠിക്കാത്ത മനുഷ്യന് തുല്യം, വചനം ഗ്രഹിക്കാത്ത മനുഷ്യന് തുല്യം. നമ്മളിൽ ഒരു വ്യക്തി പോലും വചനം ഗ്രഹിക്കാൻ മനസ്സ് വയ്ക്കാതിരിക്കരുത്. എല്ലാവരും മനസ്സ് വയ്ക്കണം, എല്ലാവരും അതിന് മനസ്സ് വയ്ക്കണം. മനസ്സ് വെച്ചാൽ 1ാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ പഠിപ്പിക്കും. 1ാം ക്ലാസ്സിൽ അക്ഷരാഭ്യാസത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മെ ആത്മീയ അഭ്യാസത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഈ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ പാഠപുസ്തകമാണ്, ആത്മീയ പാഠപുസ്തകം, ആത്മീയ പാഠഗ്രന്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഇക്കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. വചനം പഠിക്കണം, വചനം പഠിപ്പിക്കണം. അതാണ് ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. 4:10 ഹോരേബിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം നീ മറക്കരുത്. ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങളെ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചല്ലോ. സൺഡേ സ്കൂളിൽ വചനം പഠിക്കാൻ മക്കളെ വിട്ടിട്ട് അപ്പനും അമ്മയും കൂടി വീട്ടിലിരുന്നാൽ പോരാ. അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ വചന മക്കളെ പഠിപ്പിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? മനുഷ്യജ്ഞാനത്തിലല്ല, ദൈവിക ജ്ഞാനത്തിൽ, ആത്മീയ ബുദ്ധിയിൽ പഠിപ്പിക്കണം. പഠിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി വേണമോ? മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ മക്കൾക്ക് ന്യായപാലനം ചെയ്ത് അവരെ നടത്തുവാൻ തക്കവണ്ണം ജ്ഞാനവും വിവേകവും ബുദ്ധിയുമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന അൻപുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. രോഗസുഖം കിട്ടിയാലെന്ത്, കിട്ടിയില്ലെന്ന് നിത്യജീവൻ കിട്ടിയാൽ അതല്ലേ വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലെന്ത്, വിടുവിക്കപ്പെട്ടില്ലെങ്കിൽ എന്ത്, ദൈവരാജ്യം പ്രാപിച്ചാൽ അതല്ലേ വലുത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രത്യേക ലിസ്റ്റിലേക്ക് നമ്മുടെ ചിന്ത തിരിച്ചു വരണം. അതുകൊണ്ട് വചനം പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. സൺഡേ സ്കൂളിൽ വിടുന്നത് അതൊരു ട്യൂഷൻ സെന്റർ പോലെ ആകട്ടെ സൺഡേ സ്കൂള്. പക്ഷെ അച്ചൊട്ടായി പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളെ ഉത്തരവാദിത്വത്തോടെ പഠിപ്പിക്കണം. ആഹാരം കൊടുക്കാൻ ഉത്തരവാദിത്വം ഉള്ളതുപോലെ മക്കളെ വചനം പഠിക്കാൻ വചനം പഠിപ്പിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വത്തോടുകൂടെ മക്കളെ വചനം പഠിപ്പിക്കണം. വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ഇനി വിട്ടുമാറിയാൽ അത് അവരനുഭവിച്ചോളും. മാതാപിതാക്കൾക്ക് അതിന് പങ്കില്ല. ആമേ സ്തോത്രം. അങ്ങനെ ആത്മനിയോഗത്വത്തോണം അവിടെ പറയുന്നു. ആമേ സ്തോത്ര. വചനം പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്
കാലമല്ല, ഓരോ ദിവസവും ഓരോ നാളും വചനം പഠിക്കണം, വചനത്തെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിലേക്ക് 45, 46, 47-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. സ്തോത്രം. അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന ഭാഗത്തിലെ ഭക്തന്മാർ പ്രാർത്ഥിച്ചു, മറ്റ് പലയിടങ്ങളിൽ ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ നമ്മുടെ ബുദ്ധി തുറക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. കഴിയുന്നിടത്തോളം ഉപവസിക്കാമെങ്കിൽ ഉപവസിക്കണം. എന്തിനു വേണ്ടി? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധി തുറക്കണം. തിരുവെഴുത്തും ദൈവശക്തിയും അറിയാതിരുന്നാൽ വഴിപിടിച്ചു പോകും, തെറ്റിപ്പോകും. അതിൻ്റെ അവസാനം മരണവഴിയായിരിക്കും. ആകയാൽ നരക വഴിയാകുന്ന മരണവഴിയിൽ എത്തിച്ചേരാതിരിപ്പാൻ, ജീവനാകുന്ന നിത്യജീവന്റെ വഴിയിൽ എത്തിച്ചേരുവാൻ ഈ നാളുകൾ തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയുവാൻ നമ്മൾ ആത്മാർത്ഥമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും അതിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? വരുന്ന ദിവസത്തിൽ ദൈവഹിതത്തിനൊത്തവണ്ണം ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബുദ്ധി തുറക്കപ്പെടുവാൻ, ജ്ഞാനവും വിവേകവും ബുദ്ധിയുമുള്ള ഹൃദയം നമ്മളിൽ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കേണ്ടതിന് തക്കതായ വചനങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടേണ്ടതിന് നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളവർക്ക് എഴുന്നേൽച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരും മൗനമായി നിൽക്കരുത്. എല്ലാവരും ബൈബിളെ തുറക്കണം. ആവശ്യബോധത്തോടുകൂടെ ബൈബിളെ തുറക്കണം. കേട്ട് മറന്ന് പോകുന്നവരാകരുത്. കേട്ട് അനുഭവിക്കുന്നവരാകണം. കേട്ട് ഗ്രഹിക്കുന്നവരാകണം. കേട്ട് ചിന്തിക്കുന്നവരാകണം. കേട്ട് മനസ്സിലാക്കുന്നവരാകണം. അത് രാപ്പകൽ ധ്യാനമാക്കുന്നവരായി മാറണം. എല്ലാവർക്കും ബൈബിളെ തുറക്കാം.